കോൺഗ്രസിന് ഇത് ശനിദശയോ? വിവാദച്ചുഴിയിൽ നിന്ന് കരകയറാനാകാതെ നേതൃത്വം എന്നതാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തെ തുടർച്ചയായ ആഭ്യന്തര പ്രശ്നങ്ങളും വിവാദങ്ങളും വരിഞ്ഞുമുറുക്കുന്നു. യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം മുതൽ സാമ്പത്തിക ബാധ്യതകളും ആത്മഹത്യകളും വരെ പാർട്ടിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും പതിയെ പുറത്തു കടക്കുമ്പോൾ വീണ്ടും മറ്റൊരു കുരുക്ക് കോൺഗ്രസിന് തേടിയെത്തുന്നത് പതിവായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിന് ശനിദശയും ആരംഭിച്ചു. ഇപ്പോഴിതാ KPCC മുൻ ഡിജിറ്റൽ മീഡിയ സെൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ PV ജെയിനെ എറണാകുളത്തെ ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതോടെ വീണ്ടും കോൺഗ്രസ് വിവാദങ്ങളിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ടീം അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി ജെയിൻ KPCC പ്രസിഡന്റിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹത്തിനരികിൽ നിന്ന് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവനിരയിലെ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തീർത്ത അസ്വാരസ്യങ്ങൾ ചേരിപ്പോരിനും ഗ്രൂപ്പ് തർക്കത്തിനും കാരണമായിരുന്നു. 2024 ഡിസംബർ 27-നായിരുന്നു വയനാട് മുൻ DCC ട്രഷററായിരുന്ന NM വിജയനും ഇളയ മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. എന്നാൽ കടം വീട്ടാമെന്ന KPCCയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച കുടുംബം വീണ്ടും രംഗത്ത് വന്നതോടെ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലേക്കാണ് നീങ്ങിയത്. കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് വയനാട്ടിൽ 10 വർഷത്തിനിടെ 5 നേതാക്കളാണ് ജീവനൊടുക്കിയത്. ഇതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒന്നൊഴിയാതെ വിവാദങ്ങൾ പിന്തുടരുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് അനിശ്ചിതത്വത്തിലാകുന്നത്. നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഒരു വശത്ത് നിലനിൽക്കെ മറുവശത്ത് ആത്മഹത്യകളും വിവാദങ്ങളും കോൺഗ്രസിനെ വേട്ടയാടുന്നത് ഭരണം പിടിക്കാനുള്ള പ്രതീക്ഷയെ കൂടിയാണ് അസ്ഥാനത്താക്കുന്നത്. കേരള പ്രണാമം ന്യൂസ് ചിന്താശകലങ്ങൾ.